നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലോട്ടിലേക്ക് സ്വാഗതം. ഇന്ത്യക്കായി ഒരു ജെറ്റ് എഞ്ചിൻ സഹവികസനത്തിനും സഹരൂപകൽപ്പനയ്ക്കും വേണ്ടി റോൾസ് റോയ്സ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതുവഴി ഇന്ത്യക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി IP സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ ഓഫർ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന് വേണ്ടിയാണ്. സൈനിക വ്യോമയാനത്തിൽ സ്വയം പര്യാപ്തത എന്ന ഇന്ത്യയുടെ ലക്ഷ്യവുമായി ഇത് യോജിക്കുന്നു എന്നതും എടുത്തു തന്നെ പറയണം. ഒരു ഫൈറ്റർ ജെറ്റ് എഞ്ചിന്റെ സഹവികസനത്തിനായി റോൾസ് റോയ്സ് ഇന്ത്യയുമായി ഒരു പങ്കാളിത്തം സജീവമായി പിന്തുടരുന്നു. എതിരാളികളിൽ നിന്ന് അതിൻ്റെ ഓഫറിനെ വ്യത്യസ്തമാക്കുന്ന ഒരു സവിശേഷ സമീപനത്തിന് ഊന്നൽ നൽകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. എഞ്ചിൻ സഹവികസനത്തിനും സഹരൂപകൽപ്പനയ്ക്കും മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം നിലനിർത്താനും ഇന്ത്യയെ അനുവദിക്കുന്ന ഒരു സഹകരണ മാതൃകയാണ് അവർ നിർദ്ദേശിക്കുന്നതെന്ന് കമ്പനിയുടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ പ്രതിരോധ പരിപാടികൾക്കായി സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ ഇന്ത്യയെ ശാക്തീകരിക്കുക എന്നതാണ് ഈ മോഡലിന്റെ ലക്ഷ്യം. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളിൽ ഇന്ത്യയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് പൂർണ്ണമായ IP അവകാശങ്ങൾ കൈമാറുന്നതിനുള്ള പ്രതിബദ്ധത റോൾസ് റോയ്സ് എടുത്തു കാണിച്ചു എന്നതാണ്. ഭാഗികമായ IP ട്രാൻസ്ഫറുകൾ മാത്രം നിർദ്ദേശിക്കുന്ന സഫ്രാൻ പോലെയുള്ള മറ്റു കമ്പനികളിൽ നിന്നുള്ള ഓഫറുകളുമായി ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സഫ്രാനുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മുടെ പേജ് റോഡ് ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്ത്യയുടെ രൂപകൽപ്പനയും സാങ്കേതിക വിദ്യയും പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള കഴിവ് ഒരു പ്രധാന നേട്ടമായി കണക്കാക്കപ്പെടുന്നു. ഇത് പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ ദീർഘകാല സ്വയംഭരണ ശേഷി വർദ്ധിപ്പിക്കുന്നു. മെയ്ക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള സംരംഭങ്ങൾക്ക് കീഴിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന ശേഷി തദ്ദേശീയമാക്കുക എന്ന ലക്ഷ്യവുമായി ഈ സഹകരണം യോജിക്കുന്നു എന്നതാണ്. റോൾസ് റോയ്സിന്റെ നിർദ്ദേശത്തിൽ ഇന്ത്യയിൽ ഉൽപാദന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതും വികസന പ്രക്രിയയ്ക്ക് നിർണായകമായ എഞ്ചിൻ പരീക്ഷണത്തിന് തുടർച്ചയായ പിന്തുണ നൽകുന്നതും ഉൾപ്പെടുന്നു. വർദ്ധിച്ചു വരുന്ന പ്രാദേശിക പിരിമുറുക്കങ്ങൾക്കും പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വാശ്രയത്വത്തിനുള്ള ആഗ്രഹത്തിനും ഇടയിൽ ഇന്ത്യ അതിൻ്റെ സൈനിക ശേഷി ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിനാൽ ഈ പങ്കാളിത്തത്തിൻ്റെ ഇമ്പാക്റ്റ് ഒരിക്കലും ചെറുതായി കാണാൻ സാധിക്കില്ല. ഇന്ത്യൻ വിപണിക്കായി പ്രത്യേകമായി 4MW മറൈൻ ഗ്യാസ് ടർബൈൻ ജനറേറ്ററുകൾ GTGകൾ വികസിപ്പിക്കുന്നതിൽ സഹകരിക്കുന്നതിന് റോൾസ് റോയ്സ് അടുത്തിടെ ത്രിവേണി എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ഒരു ധാരണാപത്രത്തിൽ MOUയിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. ഈ മറൈൻ GTGകൾക്കായുള്ള ഡിസൈൻ, വികസനം, നിർമ്മാണം, സമഗ്രമായ വിൽപ്പന, പിന്തുണ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ വശങ്ങൾ ഉൾക്കൊള്ളാൻ ഈ പങ്കാളിത്തം ലക്ഷ്യമിടുന്നു എന്നത് മനസ്സിലാക്കുന്നു. എയ്റോ ഇന്ത്യ 2025 പരിപാടിയിൽ റോൾസ് റോയ്സിന്റെ ഡിഫൻസിലെ ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് ഫ്യൂച്ചർ പ്രോഗ്രാമുകളുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് അലക്സ് സിനോ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനുള്ള പ്രതിബദ്ധത ഊന്നി പറഞ്ഞു. ഇന്റർനാഷണൽ എയറോസ്പേസ് മാനുഫാക്ചറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഫോഴ്സ് മോട്ടോഴ്സ് എന്നിവയുൾപ്പെടെ വിവിധ വിതരണക്കാരുമായും സംയുക്ത സംരംഭങ്ങളുമായും പങ്കാളിത്തത്തിലൂടെ സങ്കീർണമായ എയറോസ്പേസ് ഘടകങ്ങൾ നിർമ്മിക്കുന്ന റോൾസ് റോയ്സ് രാജ്യത്ത് ഇതിനകം തന്നെ ഒരു പ്രധാന നിർമ്മാണ സാന്നിധ്യമുണ്ടെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. പ്രതിരോധ തദ്ദേശീയവൽക്കരണത്തിനും ആധുനികവൽക്കരണത്തിനുമുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടുമായി യോജിച്ച് 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ നിന്നുള്ള സപ്ലൈ ചെയിൻ സോഴ്സിംഗ് ഇരട്ടിയാക്കാൻ റോൾസ് റോയ്സ് പദ്ധതിയിടുന്നുവെന്ന് സിനോ അഭിപ്രായപ്പെട്ടു. പ്രാദേശിക ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വാശ്രയത്വം എന്ന വിശാലമായ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. റോൾസ് റോയ്സിന്റെ ഗ്ലോബൽ ഫ്ലീറ്റ് മാത്രമല്ല, മുഴുവൻ എയറോസ്പേസ് ആവാസ വ്യവസ്ഥയ്ക്കും സേവനം നൽകുന്ന 160ലധികം സങ്കീർണമായ എയറോസ്പേസ് ഘടകങ്ങൾ നിർമ്മിക്കുന്ന തമിഴ്നാട്ടിലെ IAMPL സൗകര്യം ഒരു പ്രധാന ഉദാഹരണമാണ്. ഈ വിപുലീകരണ ശ്രമങ്ങൾക്ക് അടിവരയിടുന്ന തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ച് സിനോ വിശദീകരിച്ചു. ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കനുസൃതമായി നൂതന സാങ്കേതിക വിദ്യകളും കഴിവുകളും വികസിപ്പിക്കുന്നതിന് IAMPL, ഫോഴ്സ് മോട്ടോഴ്സ് എന്നിവയുമായുള്ള സഹകരണം നിർണായകമാണ്. കൂടാതെ ഇന്ത്യയെ ഭാവിയിലെ നവീകരണങ്ങളും കയറ്റുമതിയും മുന്നോട്ട് കൊണ്ടുപോകാനും പ്രാപ്തമാക്കുന്ന കോമ്പാറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യയ്ക്കായുള്ള സഹവികസന അവസരങ്ങൾ റോൾസ് റോയ്സ് പര്യവേഷണം ചെയ്യുന്നു. ഡിസൈൻ മുതൽ ഉൽപാദനം വരെ
എല്ലാം ഉൾക്കൊള്ളുന്ന ശക്തമായ ഒരു ആവാസ വ്യവസ്ഥ ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ കമ്പനി പ്രതിജ്ഞാബദ്ധമാണ്. പ്രതിരോധ നിർമ്മാണത്തിൽ യഥാർത്ഥ സ്വാശ്രയത്വം കൈവരിക്കുന്നതിന് UK-യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിജയകരമായ സാങ്കേതിക കൈമാറ്റം അനിവാര്യമാണെന്ന് സിനോ ഊന്നിപ്പറഞ്ഞു. കൂടാതെ 1400-ലധികം എഞ്ചിനുകളുള്ള വിവിധ സൈനിക പ്ലാറ്റ്ഫോമുകൾക്ക് ശക്തി പകരുന്നത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സായുധ സേനയുമായുള്ള വിജയകരമായ സാങ്കേതിക വിദ്യ കൈമാറ്റം ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള അവരുടെ ഡെഡിക്കേഷനെ അടിവരയിട്ട് എടുത്തു കാണിക്കുന്നു. ഡിസൈനിലും സാങ്കേതിക വിദ്യയിലും പൂർണ്ണ നിയന്ത്രണം നൽകിക്കൊണ്ട് എഞ്ചിൻ്റെ പൂർണ്ണമായ IPR ഇന്ത്യയിലേക്ക് കൈമാറാൻ റോൾസ് റോയ്സ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭാഗികമായ IPR കൈമാറ്റം മാത്രം വാഗ്ദാനം ചെയ്ത സഫ്രാനിൽ നിന്ന് ഈ സമീപനം വ്യത്യസ്തമാണ്. യൂറോജെറ്റ് EJ200-നെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് പുതിയതായി ഒരു എഞ്ചിൻ സഹവികസനത്തിനായി റോൾസ് റോയ്സ് തയ്യാറാണ് എന്നതാണ്. ഈ സമീപനം IP ഇന്ത്യയുടെ ഉടമസ്ഥതയിലായിരിക്കുമെന്ന് ഉറപ്പാക്കുന്നു. ഇന്ത്യയിൽ പുതിയ എഞ്ചിനുള്ള ഉൽപാദന സൗകര്യങ്ങൾ സ്ഥാപിക്കാനും എഞ്ചിൻ പരിശോധനയിൽ സഹായിക്കാനും റോൾസ് റോയ്സ് സമ്മതിച്ചു എന്നതാണ്. ഇറ്റലിയുമായും ജപ്പാനുമായും സഹകരിച്ച് 6ാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കുന്നതിനായി ഗ്ലോബൽ കോമ്പാറ്റ് എയർ പ്രോഗ്രാമിൽ ഇന്ത്യൻ പങ്കാളിത്തം നൽകാൻ റോൾസ് റോയ്സുമായി ചേർന്ന് BAE സിസ്റ്റംസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രതിരോധത്തിന് നിർണായകമായ ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനായി ആസാദ് എഞ്ചിനീയറിംഗുമായി റോൾസ് റോയ്സിന് 7 വർഷത്തെ പങ്കാളിത്തമുണ്ട്. ആത്മനിർഭർ ഭാരത് എന്ന ദർശനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ പ്രാദേശിക പങ്കാളിത്തത്തിലൂടെ ഇന്ത്യയിൽ ശക്തമായ സാന്നിധ്യം കെട്ടിപ്പടുക്കാനുള്ള റോൾസ് റോയ്സിൻ്റെ പ്രതിബദ്ധതയുമായി ഇത് യോജിക്കുന്നു എന്നതാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ നിരവധി വിമാനങ്ങൾക്ക് ശക്തി പകരുന്നതും ആദ്യത്തെ മുഴുവൻ എഞ്ചിൻ സാങ്കേതികവിദ്യ കൈമാറ്റ കരാറും വാഗ്ദാനം ചെയ്യുന്നതുമായ റോൾസ് റോയ്സിന് ഇന്ത്യയിൽ ഒരു നീണ്ട ചരിത്രമുണ്ട്. അവർ ഇന്ത്യൻ നാവികസേനയ്ക്കായി മറൈൻ എഞ്ചിനുകളും വാഗ്ദാനം ചെയ്യുന്നു എന്നത് എടുത്തു തന്നെ പറയേണ്ട ഒരു വസ്തുതയാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.